മരണം എന്ന് പറയുന്ന സാധനം ഉറപ്പാണ്. അതായത് അത്യാവശ്യം ഡേഞ്ചറാണ്. താഴെ എന്താണെന്നൊക്കെ ഉള്ളത് കാണാൻ വേണ്ടി ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് പാണ്ടിപ്പാറയിലാണ്. പാണ്ടിപ്പാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണിത്. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തണമെങ്കിൽ ചെറുതോണിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പാണ്ടിപ്പാറ സിറ്റി എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഈ ഒരു സ്പോട്ട് വരെ എത്താൻ. ഇപ്പോൾ ഇടത്തോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാറയിൽ ഈ കുരിശുമല ടൂറിസ്റ്റ് പാറ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എത്താൻ പറ്റും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്. നമുക്ക് ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇടുക്കി ഡാമിൽ ഇപ്പം മഴയൊന്നും വലുതായിട്ട് പെയ്യാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു കുറവ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. തീരെ വെള്ളം കുറവാണ്. സാധാരണ നല്ല രീതിയിൽ അവിടെ പൊങ്ങി കിടക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ ആഗസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്ന് ഇങ്ങനെ വെള്ളം കിടക്കുന്ന. ഇപ്പോൾ ഇച്ചിരി പറ്റിയിട്ടുണ്ട്, അതിൻ്റെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അവിടെ. ഇതൊരു ടൂറിസ്റ്റ് പാറ മാത്രമല്ല, പാണ്ടിപ്പാറ ഇടവകപ്പള്ളിയുടെ ഒരു കുരിശുമലയും കൂടിയാണ് ഈ ഒരു സ്പോട്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 കുരിശുകളാണ്. ഒന്നത് അവിടെയും ഒന്നത് അവിടെയാണ്. പിന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു ഷെഡും ഉണ്ട് ഇവിടെ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് അൽജോയാണ്. അവൻ ചെറുപ്പം തൊട്ടേ ഈ ഒരു വ്യൂ പോയിൻ്റിൽ വരാറുള്ളതാണ്. നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇന്ന്, ഞാനും അനുപേട്ടയും കൂടെയാണ് ഇന്നിങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി വലുതായിട്ടൊന്നും അറിയത്തില്ല, എന്നാലും എനിക്കറിയാവുന്ന കാര്യം പറയാം. അപ്പോൾ ഇവിടെ ചേട്ടായി പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 കുരിശുകളാണുള്ളത് മെയിനായിട്ടും. ഒന്ന് നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ ഒരു കുരിശുണ്ട്, പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളൊരു കുരിശുണ്ട്. അപ്പം ഈ മെയിനായിട്ടുള്ള കുരിശെന്ന് ഉദ്ദേശിച്ചത് ഇവിടെയാണ്. ആ കാണുന്ന കുരിശിൻ്റെ അങ്ങോട്ടൊരു ഒന്ന് കാണിച്ച് ഓക്കെ, ആ ഒരു കുരിശിൻ്റെ ചോട്ടിലാണ് പള്ളിയിൽ നിന്ന് ദുഃഖവെള്ളിയാഴ്ച വരുന്ന ആ ഒരു പ്രദക്ഷിണം അവസാനിക്കുന്ന ഇവിടെയാണ്. ഈ ഒരു കുരിശിൻ്റെ അവിടെ വന്നിട്ടാണ് സമാപന ആശീർവാദവും എല്ലാം ഈ ഒരു കുരിശിൻ്റെ അവിടെ നിന്നാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും പിരിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വേറൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, മെയിനായിട്ടും ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഗൈസ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഒരുപാട് പേര് ഇവിടെ വരുന്നതാണ്. ഒരുപാട് പേര് ഇവിടെ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഓക്കെ, അതായത് അത്യാവശ്യം ഡേഞ്ചറാണ്, കാണാനൊക്കെ അടിപൊളിയാണ്, നല്ല വ്യൂ പോയിൻ്റാണ്, എല്ലാമാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഡേഞ്ചറായിട്ട് കുറേ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണിത്. കാരണം ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പിള്ളേരും ഒക്കെ ആയിട്ട് വരുന്ന പേരൻസാണ്. അവർ വന്നു കഴിയുമ്പം പിള്ളേരെ മാക്സിമം, അതായത് ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ വരെ വിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടുന്ന് താഴോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ താഴോട്ട് നല്ല സ്ലോപ്പായിട്ടുള്ള ഏരിയ ആണ്. കാരണം പിള്ളേർക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, എന്തായിരിക്കും താഴെ മുകളിൽ നിന്നുള്ള ഒരു ലുക്ക്, താഴോട്ടുള്ള ഒരു ലുക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും മിക്ക പിള്ളേർക്കും. അപ്പം അവരൊക്കെ ഓടി വന്ന് വലിയ കാലും വഴുതിയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആയിരിക്കും. അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തോരം ആഴം ഉണ്ടായിരിക്കും താഴോട്ടെന്നൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോൾ. ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ നിന്ന് തന്നെ ആ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടുന്ന് തൊട്ട് ഫുള്ള് ഇങ്ങനെ ഇവിടെ മൊത്തം താഴോട്ട് പാറ ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വലിയൊരു കൊക്ക പോലെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഡ്ജിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെന്നി താഴെ പോകും. അതുകൊണ്ട് മാക്സിമം കുട്ടികളുടെ കാര്യം മാത്രമല്ല, വലിയൊരു ഇത് ശ്രദ്ധിക്കുക, വലിയവരും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, വലിയവരാണെങ്കിലും ഇങ്ങോട്ടൊക്കെ വരും. ഇനിയിപ്പം മദ്യപിച്ചോ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇതുപോലെയൊക്കെയുള്ള ഫ്ലോപ്പിലേക്കൊക്കെ വന്ന് 2 ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ട് കാലേ നിൽക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത് കുറച്ച് സീനാവുമല്ലോ. കാരണം ഇത്രയും ഹൈറ്റ് ഉണ്ട്, താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരണമെന്ന് പറയുന്ന സാധനം ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതുപോലെ തന്നെ നല്ല വ്യൂ ആണ്. വ്യൂവിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വരിക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എല്ലാം എടുത്ത് എല്ലാവർക്കും പോകാനായിട്ട്, അതായത് ഇവിടെ ആർക്കും വേണമെങ്കിലും വരാം, ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആർക്കും വേണമെങ്കിലും വന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ അതായത് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഇനിയിപ്പോൾ സർക്കാരിൻ്റെ വക വലിയ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യുമോ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ആർക്ക് വേണേൽ വരാം, ഫോട്ടോ എടുക്കാം, പോകാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കും, ഓക്കെ, ഇപ്പം ഡ്രിങ്ക്സൊക്കെ കുടിക്കും. അതുപോലെ തന്നെ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചെറിയരുത്. കാരണം നമ്മളിതൊരു പബ്ലിക് പ്ലേസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെയൊക്കെ കണ്ടാൽ തന്നെ അറിയാം, കുറേ കുപ്പിയും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലെഴുതിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് മുമ്പ് മുകളിൽ നിന്ന് വീഡിയോ എടുത്തപ്പം ഞാൻ പറഞ്ഞായിരുന്നു അവിടെ മൊത്തം കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ എൻട്രൻസിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗാർബേജ് ഉണ്ട്, ഹരിതകർമ്മസേനയിലെ ആൾക്കാർ വെച്ചേക്കുന്ന, നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഇതുണ്ട്, അതിലേക്ക് കുറേ കുപ്പിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുന്നവർ ഫുഡ് കഴിക്കുമ്പോഴും വെള്ളം കുടിക്കാനൊക്കെ നിൽക്കുന്നവർ മെയിനായിട്ടും ഈ ഗാർബേജിൽ കൊണ്ടുവന്ന് ഇതൊക്കെ ഇടുക, അത്രേ പറയാനുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാതിരിക്കുക, പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പാറയുടെ ഇങ്ങേ അറ്റമാണ്, അതായത് എൻഡാണ് ഇവിടെ. പാറയുടെ എൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലൂടെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതുവഴി കയറിയൊക്കെ പോകുന്നത് ഇച്ചിരി റിസ്ക്കാണ്. മറ്റുള്ളവൻ്റെ പറമ്പിലൊക്കെ ചോദിക്കാതെ കയറി കഴിഞ്ഞാൽ ചിലപ്പം തലക്കിട്ട് തട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയി വെറുതെ റിസ്ക് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഈ പറമ്പിൽ കൂടെ ഒക്കെ ഇറങ്ങി അങ്ങോട്ടൊക്കെ. അപ്പോൾ അവിടെ ചെറിയ ചെറിയ പാറകളും അടിപൊളി പാറകളും നല്ല വ്യൂ ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ച് കൂട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്ന ആ പാറയുടെ ആയിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഈ താഴെ കാണാം ഒരു ചെറിയ ഒരു പാറ ഇങ്ങനെ കാണാൻ പറ്റും, ഒരു നിരപ്പായിട്ട്. അവിടെയൊക്കെ ആ സൈഡിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റും. പക്ഷേ അതൊക്കെ ഇറങ്ങിപ്പോകുന്നവർ സൂക്ഷിച്ചൊക്കെ ഇറങ്ങിപ്പോയി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പം ഞങ്ങളിന്ന് ഇവിടെ വന്നിട്ട് എൻഡ് വരെ വന്നിട്ടുണ്ട്. ഇനി അവിടെ ഒരുപാട് വ്യൂ ഉണ്ട്, നമുക്ക് കാണാം ഇവിടെ നിന്നൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. വരിക, ഫോട്ടോ എടുക്കുക, എൻജോയ് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക. പക്ഷേ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇച്ചിരി ആൾ കളിക്കാനൊക്കെ ഞാൻ ആ എഡ്ജിൽ പോവും, ഞാൻ ഈ എഡ്ജിൽ പോവും, അത്രയും പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. പക്ഷെ ഒത്തിരി എഡ്ജിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ വഴി ചിലപ്പം മേലോട്ടായിരിക്കും പോകുന്നത്. അതെ, പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ലാത്ത രീതിയിൽ. അതെ, അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ആരും വന്ന് ദയവ് ചെയ്തിട്ട് പ്ലീസ് ഇവിടെ വന്ന് റിസ്ക് എടുത്ത് എഡ്ജിലൊക്കെ പോയി താഴോട്ടൊന്നും വീഴല്ലേ പ്ലീസ്. അങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന നിൽക്കും. പിന്നെ ഇവിടെ വന്ന് പോലീസും കാര്യങ്ങളും എല്ലാവരും വന്ന് ഇവിടെ വരുന്ന കയറ്റമൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരു ലിമിറ്റൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആക്കും. അപ്പോൾ നമുക്കിവിടെ വരാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ആരും റിസ്ക് ഒന്നും എടുക്കില്ല കേട്ടോ. നിങ്ങൾക്കിവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം വരെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ വരെ ഇറങ്ങി വരാം, യാതൊരു കുഴപ്പമില്ല. ഇവിടെ ഒന്ന് രണ്ട് ചാട്ടമൊക്കെ ചാടി നോർത്ത് താഴോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ താഴോട്ട് ചാടിയാൽ പോകും കേട്ടോ. അല്ല, ഇവിടെ ഒന്ന് ജസ്റ്റ് രണ്ട് ചാട്ടം ഇവിടെ നിന്ന് തന്നെ ചാടിയൊന്നും പോകുന്നൊന്നുമില്ല. അപ്പം വരിക, സേഫായിട്ട് വരിക, സേഫായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ട് വരിക, പോവുക. ഓക്കെ, ഡോണ്ട് ടേക്ക് റിസ്ക്. ഓക്കെ, അങ്ങനെ റിസ്ക് എടുത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക മാക്സിമം. കാരണം ഗൈസ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ് പാണ്ടിപ്പാറ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഇതിൽ എനിക്ക് തോന്നുന്നത് ഞാനാ കൂടുതൽ നേരം സംസാരിച്ചതെന്നാണ്. ചേട്ടാ ക്യാമറയൊക്കെ പിടിച്ച ഒരു മൂലയ്ക്ക് നിൽക്കുമായിരുന്നു, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാത്തിലും പാവം പറഞ്ഞ് നാക്കൊക്കെ കുഴഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വീഡിയോ എങ്കിലും അല്ലേ, ഞാനിപ്പോൾ ഒരു വീഡിയോ എങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. വരിക, സേഫായിട്ട് നിങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് പോവുക.
ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യില്ല. കാര്യവും അതെ 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 അതെ, കാര്യവും അത് ശരിയാണ്. ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. താങ്ക് യു. ബൈ ബൈ.